നമസ്കാരം. മലയാളി മനസ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു വേദനിപ്പിക്കുന്ന വാർത്തയുമായാണ് മലയാളി മനസ്സ് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. എറണാകുളം ജില്ലയിൽ തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്ത് കക്കാടുകരയിൽ വാപ്പാലക്കരോട്ട് മോഹനന്റെ ഭാര്യ ബിന്ദു 5 ദിവസം മുമ്പ് കാണാതായതാണ്. ആ ബിന്ദുവിന്റെ മൃതശരീരം ഇന്ന് 250 അടിയിലേറെ താഴ്ചയുള്ള ഈ മടയിൽ പൊങ്ങുകയാണ് ചെയ്തത്. 5 ദിവസത്തോളം പഴക്കമുള്ള ചീഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന രീതിയിലായിരുന്നു ആ മൃതശരീരം. ഈ മടയിൽ നടന്ന ഈ ദുരന്ത സംഭവം മലയാളി മനസ്സ് അറിയുന്നത് ഈ നാടിൻ്റെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ റെജി ഇല്ലിക്കപ്പറമ്പൻ രാവിലെ തന്നെ മലയാളി മനസ്സിനെ വിളിച്ച് ഈ കാര്യം അറിയിക്കുകയായിരുന്നു. വേൾഡ് ചാരിറ്റി മിഷൻ്റെ വഞ്ചിയുമായി സ്ഥലത്തെത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ മലയാളി മനസ്സിൻ്റെ ബിസിനസ് അഡ്വൈസറായ അജയും മുരളിയും ഞാനും അതുപോലെ തന്നെ ഈ നാട്ടിലെ പ്രിയപ്പെട്ട ധീരരായ കുറച്ച് ചെറുപ്പക്കാരുമായി ഈ സംഭവ സ്ഥലത്തെത്തി. അതിനുശേഷമാണ് ഞങ്ങൾ ഈ ബോഡി കരക്കടിപ്പിക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചത്. സാധാരണ മാധ്യമപ്രവർത്തകർ ഇതുപോലുള്ള അപകട സന്ധികളിൽ അല്ലെങ്കിൽ റെസ്ക്യൂ സമയങ്ങളിൽ ഒരു അപകടം പറ്റി ഒരാൾ റോട്ടിൽ പിടയുന്ന സമയത്ത് ആ പിടയുന്ന വീഡിയോ എടുത്ത് അതിന് മീഡിയയിലിട്ട് അതിന് റേഞ്ച് കൂട്ടുവാനാണ് നോക്കുന്നത്, അവരുടെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനാണ് നോക്കുന്നത്. പക്ഷേ ടീം മലയാളി മനസ്സ് അങ്ങനെയല്ല, ഇവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അതായത് ഒരു അപകടം നടന്നാൽ അതിൽ പോലീസിനോടൊപ്പം ഫയർഫോഴ്സിനോടൊപ്പം അല്ലെങ്കിൽ നാട്ടുകാരോടൊപ്പം അവരുടെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേരുക എന്നുള്ളത് ഞങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്തമായി കണക്ക് കൂട്ടുന്നതാണ്. കാരണം 2018 രൂപീകൃതമായ വേൾഡ് ചാരിറ്റി മിഷനെ ലിഗിനേഴ്സ് ടീം നയിക്കുന്ന ഒരു ആദർശമുണ്ട്. ആ ആദർശത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് മലയാളി മനസ്സിൻ്റെ പ്രവർത്തകർ. കാരണം മലയാളി മനസ്സിൻ്റെ പ്രവർത്തകർ വേൾഡ് ചാരിറ്റി മിഷൻ്റെയും പ്രവർത്തകരാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇന്ന് ഈ സഹോദരിയുടെ മൃതശരീരം പൊങ്ങിയപ്പോൾ ഇവിടെയുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന് വഞ്ചി ലഭ്യമല്ലാത്തതിനാൽ ഒരു വഞ്ചി നമ്മളുടെ വേൾഡ് ചാരിറ്റി മിഷനുള്ള വഞ്ചിയുമായി എത്തുകയും ആ മൃതശരീരം എടുക്കുവാൻ ഫയർഫോഴ്സിനോടൊപ്പം ഈ എളിയ എനിക്കും പോകേണ്ടി വന്നു. 5 ദിവസം പഴക്കമുള്ള ബോഡി ആയതിനാൽ അതിന് ഒരുപാട് ദുർഗന്ധമായിരുന്നു. എങ്കിലും വളരെ കഷ്ടപ്പെട്ട് ആ ബോഡി കരക്കെത്തിപ്പിക്കാനും പോലീസിൻ്റെ അനന്തര നടപടികൾ സ്വീകരിച്ച് അത് പോസ്റ്റ്മോർട്ടത്തിനായി അയക്കുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും ഈ മടയും പരിസരത്തെയും പറ്റി പറയുവാനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഈ മടയുടെയും പരിസരത്തുമായി 8-9 മടയോളം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെ 50-ലധികം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കൊടൈക്കനാലിലും അതുപോലെ തന്നെ ഊട്ടിയിലും കാണപ്പെടുന്ന സൂയിസൈഡ് പോയിന്റ് പോലെ എറണാകുളം ജില്ലയിലെ ഒരു സൂയിസൈഡ് പോയിന്റായി ഈ സ്ഥലം മാറുകയാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഒരു കൊറിയൻ ഗായകനെ പ്രേമിച്ചതിൻ്റെ പേരിൽ കൊറിയൻ ഗായകൻ മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പാവം ഒരു 9ാം ക്ലാസ്സുകാരി ചാടി മരിച്ചതും ഇവിടെ അടുത്തുള്ള ഈ മടയിൽ തന്നെയാണ്. അതുപോലെ തന്നെ തൊടുപുഴയ്ക്ക് അടുത്തുള്ള ഒരു ഫാമിലി കുടുംബമായി, അതായത് അച്ഛൻ, അമ്മ, 2 മക്കൾ കുടുംബമായി വാഹനം ഓടിച്ച് ചാടി 4 പേരും മരണപ്പെട്ടതും ഇവിടെയാണ്. ആ റെസ്ക്യൂവിലും പങ്കെടുക്കുവാൻ മലയാളി മനസ്സിന് സാധിച്ചു. അങ്ങനെയുള്ള റെസ്ക്യൂവിൻ്റെ വീഡിയോ ഞങ്ങളുടെ മലയാളി മനസ്സിൽ ഇടാതിരിക്കുന്നത് ഞങ്ങൾക്ക് ആ സമയം ക്യാമറ എടുക്കുവാൻ സാധിക്കാറില്ല. കാരണം അതിലുപരിയായി രക്ഷാപ്രവർത്തനത്തിൽ ഞങ്ങൾ പങ്കാളികളാവാൻ മുൻകൈ എടുക്കുന്നത് കൊണ്ടാണ്. രക്ഷാപ്രവർത്തനം എന്ന് ഇതിനെ പറയാൻ പറ്റില്ല. കാരണം മരണപ്പെട്ടയാളുടെ ബോഡി എടുക്കുക എന്നുള്ളതാണ്. അതായത് ഒരു നോക്ക് അവസാനം കാണാൻ കാത്തിരിക്കുന്ന വീട്ടുകാരുടെ മുന്നിലേക്ക് ആ ബോഡി എത്തിക്കുക എന്നുള്ളത് ഒരു മാനുഷിക ധർമ്മമായി കാണുന്നത് കൊണ്ടാണ് മലയാളി മനസ്സ് അത്തരം തീരുമാനമെടുക്കുന്നത്. ഞങ്ങൾ വീഡിയോ എടുത്തില്ലെങ്കിലും ഇതിൽ ഞങ്ങൾ കുറച്ച് വീഡിയോയുടെ ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്. കാരണം ഈ സമയത്ത് ഇവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ അവരുടെ ക്യാമറയിൽ പകർത്തിയ കുറച്ച് വീഡിയോ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആ വീഡിയോ ദൃശ്യങ്ങൾ ഞങ്ങൾ ഇതോടൊപ്പം തന്നെ പ്രേക്ഷകർക്കായി ഞങ്ങളുടെ മലയാളി മനസ്സിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. വളരെ അപകടകരമായ 255 അടിയോളം ആഴമുള്ള
ആഴമല്ലാട്ടോ, 255 അടിയോളം വെള്ളമുണ്ട്. കാരണം ഫയർഫോഴ്സിൻ്റെ അളവുകോലിൽ കല്ല് കെട്ടി ഇറക്കി നോക്കുമ്പോൾ 255 അടി ആഴത്തിൽ വെള്ളമുണ്ട്. അതുകൂടാതെ മുകളിലേക്ക് കാണുന്ന പ്രദേശവും. ഇത്രയും അപകടകരമായ സ്ഥലത്തുകൂടിയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാത തിരുവാങ്കുളം കഴിഞ്ഞ പുത്തൻകുരിശിലേക്ക് പോകുമ്പോൾ ശാസ്താമുകൾ വഴി കടന്നു പോകുന്നത് എന്ന് നിങ്ങൾക്ക് അറിവുള്ളതാണോ? അല്ലെങ്കിൽ ഇനി എന്നെങ്കിലും അതുവഴി യാത്ര ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഒരു കാലത്ത് എറണാകുളം ജില്ലയിലേക്കുള്ള കൺസ്ട്രക്ഷന് ആവശ്യമായിട്ടുള്ള കരിങ്കല്ലുകൾ കയറിപ്പോയിരുന്ന സ്ഥലമാണ് ഈ ശാസ്താമുകൾ. 35 കൊല്ലങ്ങളായി ഇപ്പോൾ ചില നിയമ തടസ്സങ്ങൾ കാരണം ഇവിടെയുള്ള മടയുടെ പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. 50-ലധികം ആളുകളുടെ ജീവൻ പൊലിഞ്ഞ ഈ മട, അതുപോലെ തന്നെ നാട്ടുകാർ വേസ്റ്റ് കൊണ്ട് നിക്ഷേപിക്കുവാൻ ഈ സമയത്ത് ഉപയോഗിക്കുന്ന ഈ പാറമട പ്രായോഗിക തലത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ കാണുന്നത് കൊച്ചിൻ റിഫൈനറിയാണ്. കൊച്ചിൻ റിഫൈനറിയിലേക്കും എറണാകുളം ജില്ലയിലേക്കും ആവശ്യത്തിനുള്ള ശുദ്ധജലം എത്തിക്കുവാൻ ഇത് വൃത്തിയായി സൂക്ഷിച്ച് സംരക്ഷിച്ച് ഇതിന് വേണ്ട നടപടികൾ അധികാരികൾ സ്വീകരിച്ചാൽ ശുദ്ധമായ ജലത്തിന് യാതൊരു ദൗർലഭ്യവും എറണാകുളം ജില്ലയിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഒരു നഗ്നമായ സത്യം. തൊടുപുഴയിലെ ഒരു കുടുംബത്തിലെ 4 പേർ വാഹനമോടിച്ചു വന്ന് വീണ് ദുരൂഹമായി കൊല്ലപ്പെട്ട ഈ മട, അതുപോലെ തന്നെ കൊറിയൻ സംഗീതജ്ഞനെ പ്രേമിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം മരിച്ചു എന്ന വ്യാജ വാർത്ത കേട്ട് ജീവനൊടുക്കിയ 9ാം ക്ലാസ്സുകാരി, ഇന്ന് അതുപോലെ തന്നെ ഈ നാട്ടുകാരുടെ പ്രിയ ബിന്ദു ചേച്ചി, ഇതെല്ലാം ആത്മഹത്യയോ കൊലപാതകമോ? നിയമപാലകർ അന്വേഷിക്കട്ടെ. എല്ലാ വാർത്താ മാധ്യമങ്ങളും ഒരു സെൻസേഷൻ വാർത്തയ്ക്ക് ശേഷം അടുത്ത സെൻസേഷൻ വാർത്തയ്ക്ക് പിന്നാലെ പോകുമ്പോൾ നടന്ന സംഭവകഥ പൂർണ്ണമായും മറന്നു കളയുന്ന ഇവിടുത്തെ മാധ്യമ ധർമ്മം അത് ശരിയായതല്ല എന്നുള്ള തിരിച്ചറിവാണ് മലയാളി മനസ്സ് ഇത്തരം വീഡിയോ ചെയ്യുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഈ മരണങ്ങളെ യഥാർത്ഥ സത്യം കണ്ടുപിടിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാതെ നിയമപാലകർ സത്യസന്ധമായി അന്വേഷിച്ച് ഈ മരണങ്ങളെല്ലാം ആത്മഹത്യയോ കൊലപാതകമോ എന്ന് കണ്ടുപിടിച്ച്, കൊലപാതകമെങ്കിൽ അതാരാണ് ചെയ്തത് എന്ന തിരിച്ചറിവോടുകൂടി അവർക്ക് അർഹമായി ശിക്ഷ മേടിച്ചു കൊടുക്കുവാൻ നീതിപീഠം ശ്രമിക്കും എന്ന വിശ്വാസത്തോടെ അവരോട് അതിനുവേണ്ടി ശ്രമിക്കണം എന്ന അപേക്ഷയോടുകൂടി മലയാളി മനസ്സ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതുപോലുള്ള വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരും. ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.